ദൈവത്തെ അല്ലാതെ ആരെയും ഭയപ്പെടുന്നില്ല, അങ്ങനെ അവകാശപ്പെടുന്ന ഒരു വാരികയാണ് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ്. ആ വാരിക കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു. നമ്മളെല്ലാം അത് കേട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനന്തരാവകാശിയുടെ ഞെട്ടിപ്പിക്കുന്ന ഇരുണ്ട രഹസ്യങ്ങളുടെ അനാവരണം, അങ്ങനെ ഒരു തലക്കെട്ടിന്റെ ചുവട്ടിലാണ് വാർത്ത കിടക്കുന്നത്. ഇന്ത്യയുടെ യുവകന്യകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന് കൊളംബിയൻ മാഫിയ തലവന്റെ മകളിൽ എണ്ണം പറഞ്ഞ 2 കുട്ടികളുണ്ട്. കൗമാരത്തിന്റെ വക്കിൽ നിന്നും യൗവനത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരു 19-കാരൻ ആൺകുട്ടിയും അതുപോലെ തന്നെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും. എന്തായാലും കേരളീയ ഇന്റർനെറ്റ് ലോകം ഇപ്പോൾ രാഹുലിന്റെ പ്രത്യുൽപാദന ശേഷി നൽകിയിട്ടുള്ള പ്രഹരത്തിൽ തരിച്ചിരിക്കുകയാണ്. രാഹുൽ എന്നാൽ നെഹ്റുവിന്റെ കൊച്ചുമകനായ രാജീവിന് വിദേശ നിർമ്മിത ഭാര്യയിലുണ്ടായിട്ടുള്ള കടിഞ്ഞൂൽ പുത്രൻ. ഇപ്പോൾ നടത്തിയത് ഈ ചാനലിന്റെ സബ്സ്ക്രൈബർ പട്ടികയിൽ നിന്നും കുറഞ്ഞതൊരു 100 പേരെയെങ്കിലും തുരത്താൻ തക്ക പ്രഹരശേഷിയുള്ള ഒരു പ്രയോഗമാണെന്ന് തീർച്ചയായിട്ടും ഈ പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. കൊളംബിയൻ ലഹരി മാഫിയ തലവന്റെ മകളിൽ ശ്രീ രാഹുൽ സോണിയ രാജീവ് ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വിത്തുപാകി മുളപ്പിച്ചു. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിന്റെ ലിംഗനേട്ടത്തിൽ ആനന്ദം കൊള്ളുന്നവർക്ക് പോങ്ങന്റെ പ്രയോഗം ഉറപ്പായും മനപ്രയാസം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ അവർ പോങ്ങനോട് പിണങ്ങി പിരിഞ്ഞു പോയെന്നും വരാം. അതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ല. പക്ഷേ പോങ്ങൻ അത് രണ്ടും കാര്യമാക്കുന്നില്ല. അതായത് രാഹുലിന്റെ ലിംഗനേട്ടവും അതുപോലെ തന്നെ പോങ്ങന്റെ സബ്സ്ക്രൈബർ നഷ്ടവും. രാഹുലിന്റെ ലിംഗനേട്ടത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ തക്കതായിട്ടുള്ള കാരണമുണ്ട്. കാരണം ബോധിപ്പിക്കാൻ മടിയില്ലെന്ന് മാത്രമല്ല, അത് ഈ പോങ്ങന്റെ ബാധ്യതയുമാണ്. ആ ബോധ്യമുള്ളത് കൊണ്ട് പറയാം. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് പോങ്ങന്റെ ഈ വീടിന്റെ മുന്നിലൂടെയാണ്. മിന്നൽ പോലെ നടക്കുന്ന രാഹുലിനെ മിന്നായം പോലെ ഈ പോങ്ങനൊന്ന് കണ്ടു. പോങ്ങനെന്നല്ല, ആ നടത്തത്തിന്റെ ഊക്ക് കണ്ട ആർക്കും രാഹുലിന്റെ സന്താനോൽപാദന വിദ്യയുടെ കാര്യശേഷിയിൽ സംശയമോ അതിശയമോ ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവാൻ പാടില്ല. അതാണ് പോങ്ങന്റെ ഒരു പക്ഷം. ഇന്ത്യയുടെ തെക്കും ഭാഗത്തു നിന്ന് വടക്കും ഭാഗത്തേക്ക് നടന്നു പോകാൻ പാങ്ങുള്ള രാഹുലിന് 2 കുട്ടികളുടെ തന്തയാവാൻ തന്റെ പങ്കാളിയുടെ പുറത്ത് അല്പനേരം കിടക്കാൻ എന്തു പ്രയാസമാണുള്ളത്. മാത്രവുമല്ല, ഒളിഭോഗ സംസ്കൃതി പാരമ്പര്യമായി അദ്ദേഹത്തിന് പകർന്നു കിട്ടിയതാവാനും ഇടയുണ്ടെന്നുള്ള ഒരു തോന്നൽ പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല, കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ട്. അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്റെ കുക്കുടത്വാധിഷ്ഠിതമായിട്ടുള്ള ഭോഗ സേവനങ്ങളെപ്പറ്റി അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ സെക്രട്ടറിയും മലയാളിയുമായിരുന്ന മത്തായി പറഞ്ഞത് കേരളക്കരയാകെ കേട്ടതാണ്. മത്തായിയുടെ ആ സുവിശേഷം വായിച്ചിട്ടുള്ളവർക്കറിയാം. പത്മജ നായിഡു, മൃദുല സാരാഭായി തുടങ്ങി ധാരാളം സ്വദേശീയ മഹിളകൾക്കും അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ അച്ചിയടക്കമുള്ള നിരവധി വൈദേശിക വനിതകൾക്കും പ്രാദേശിക ഭേദം കൂടാതെ ഭോഗസേവനം നൽകിയ ഒരു മുതുമുത്തച്ഛന്റെ കൊച്ചുമകന് കേവലമൊരു കൊളംബിയക്കാരുടെ പള്ളയ്ക്ക് 2 കുട്ടികളെ സമ്മാനിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മുതുമുത്തച്ഛന്റെ കാര്യം നമുക്ക് വിട്ടേക്കാം. മുത്തശ്ശിയും പ്രസ്തുത വിനോദ സമ്പ്രദായത്തിൽ പയറ്റിത്തെളിഞ്ഞ വ്യക്തിത്വമാണെന്ന് മറയില്ലാതെ മത്തായി പറയുന്നുണ്ട്. മത്തായി സാർ വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടന്നിരുന്ന തന്റെ ശുഷ്കമായിട്ടുള്ള മാനത്തെ പോലും അദ്ദേഹത്തിന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി സാറിന്റെ മുത്തശ്ശി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. രാഹുലിയൻ മുത്തശ്ശി പലപ്പോഴായി കവർന്നെടുത്ത കാര്യം ഈ മത്തായി സാർ അക്ഷരരൂപത്തിൽ അയവിറക്കിയിട്ടുണ്ട്. ഒരിക്കൽ ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറയുന്ന യോഗ പരിശീലകനുമായി ഈ മുത്തശ്ശി വളരെ സവിശേഷമായ ഒരുതരം ആസനത്തിൽ കഴിയുന്നത് നമ്മുടെ മത്തായി സാർ കണ്ണിറയെ കണ്ടുകളഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ യോഗ ഗുരുവിന്റെയും അതുപോലെ തന്നെ ശിഷ്യയുടെയും സംയുക്താസന ദർശനം നൽകിയ ഞെട്ടലിൽ നമ്മുടെ മത്തായി സാർ ഇടതടവില്ലാതെ മനസ്താപപ്പെട്ടു. ദുഃഖമൂർച്ചയിൽ മത്തായി നേത്രങ്ങൾ അളവില്ലാതെ കണ്ണീർ സ്കലിപ്പിച്ചു. അച്ഛന്റെ സെക്രട്ടറിയും മോളുടെ സെക്രട്ടറിയുമായി ജീവിതം കഴിച്ചുവെന്ന് അവകാശപ്പെടുന്ന ആ മഹാമനുഷ്യന് പരിഭ്രമവും പരിഭവവും പരിദേവനങ്ങളും പരാതിപ്പെട്ടിയുമൊക്കെയായി ശിഷ്ടകാലം ജീവിക്കേണ്ടതായിട്ടുള്ള മനോനില കൈവന്നു. പിന്നീട് ഒരിക്കലും മുത്തശ്ശിയുടെ വിനോദവൃത്തിക്കായി സ്വന്തം മാനം വിട്ടുകൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായുമില്ല. അഭിമാനം, അന്തസ്. എന്നാൽ അപ്പന്റെയും മോളുടെയും വിഷയത്തിലുള്ള ബിരുദവും വൈഭവവും നമ്മുടെ മത്തായി സാർ മനസ്സറിഞ്ഞ് എഴുതി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായ പൊതുവസ്തുതകളായി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിരന്നു. വിധേയത്വ ബുദ്ധി കൂടാതെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ന്യായചിന്തയും നീതിബോധവും സത്യപ്രിയവും ഒക്കെ ഒരു ദുശീലം പോലെ കൊണ്ടു നടക്കുകയും നിസ്വാർത്ഥതയെ ലക്ഷണമൊത്ത മണ്ടത്തരമായി സ്വഭാവത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഏത് പോങ്ങനും ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പോങ്ങൻ ഒന്നേ പറയാനുള്ളൂ, രാഹുലിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ ലിംഗനേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം.
ഇന്ത്യ എന്നാൽ നെഹ്റു കുടുംബത്തിൻ്റെ സ്വകാര്യ ഭൂമിയാണെന്നും കോൺഗ്രസ്സുകാരെന്നാൽ ഈ നെഹ്റു കുടുംബത്തിന്റെ ചിലവിൽ കഴിയുന്ന യജമാനക്കൂറുള്ള ഭൃത്യസമൂഹമാണെന്നും കരുതുന്ന മനുഷ്യർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്നതുമാണ് അനന്തരാവകാശിയുടെ ഈ ലിംഗനേട്ടം. അതിലും തർക്കമൊന്നുമില്ല. കൊളംബിയൻ ലഹരി മാഫിയ തലവന്റെ മകളിൽ തങ്ങളുടെ യജമാനൻ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു തൈ നട്ടു എന്ന മട്ടിൽ നെഹ്റുദാസന്മാർ ഈ വാർത്തയെ മനസ്സിലാക്കുന്നതിലും അതിശയമില്ല. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. ഉദാഹരണത്തിന്, ഈ ഭൂമി തങ്ങളുടെ ദൈവത്തിൻ്റെതാണെന്ന് ഒരു സുഡാപ്പി വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എന്നാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ഇതര മതസ്ഥരെയും അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളെയും ഒക്കെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങിയാൽ അത് വിശ്വാസമല്ല, ഭ്രാന്താണ്. വെടിയുണ്ടകൾ കൊണ്ട് അതാത് രാജ്യത്തെ സർക്കാരുകൾ ഭേദമാക്കേണ്ട മതരോഗം. എന്നാൽ അത്തരക്കാർക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മതഭ്രാന്തരുടെ രോഗശാന്തി ശുശ്രൂഷയ്ക്കുള്ള ഉണ്ടകൾ തോക്കിൽ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ, അത് അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ ദ്രോഹമാണ്. മതതീവ്രവാദികളും മാനവ സേവകരാവേണ്ട സർക്കാരും ഒന്നായി മാറുന്ന ദുര്യോഗം. അതുപോലെ തന്നെയാണ് ആജീവനാന്തകാല യുവാവും നിത്യകന്യകനുമായിട്ടുള്ള രാഹുലിന്റെ മേൽ ബംഗ്ലാദേശ് വാരിക ആരോപിച്ചിരിക്കുന്ന താതത്വം. ഒരു സാധാ ഇന്ത്യൻ യുവാവിന്റെ ഒളിഭോഗ കർമ്മമായോ അല്ലെങ്കിൽ ലിംഗനേട്ടമായോ ഗണിച്ച് അവഗണിക്കാവുന്ന സംഗതിയല്ല ഇത്. കാരണം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല എന്നതല്ല പിശക്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം തന്റെ പിതൃസ്വത്താണെന്ന മട്ടിൽ അവകാശ തർക്കവുമായി അദ്ദേഹത്തിന്റെ സന്താന സേനയിലെ ആരും വരാത്ത കാലത്തോളം ഈ രാഹുലിയൻ ലിംഗനേട്ടം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് പ്രത്യക്ഷത്തിൽ ഊനമൊന്നും പകരുന്നില്ല. അത് സത്യമാണ്. യഥാർത്ഥ കുഴപ്പം ശരിക്കും മറ്റൊന്നാണ്. കൊളംബിയൻ ലഹരി മാഫിയ തലവന്റെ മകളുമായി 2 പതിറ്റാണ്ട് പഴക്കമുള്ള ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ രാഹുൽ എന്ന് വിദേശ മാധ്യമങ്ങൾ വരെ പറയുന്നുണ്ട്. 6 പതിറ്റാണ്ട് കാലം ഇന്ത്യയെ സ്വകാര്യ സ്വത്ത് പോലെ കണ്ട് കൈകാര്യം ചെയ്ത ഒരു കുടുംബത്തിലെ ഇങ്ങേയറ്റത്തെ ഒരു കണ്ണിയാണ് ശ്രീ രാഹുൽ. ഉത്തർപ്രദേശ് മാമ്പഴത്തോട് അപ്രിയം കാണിക്കുകയും എന്നാൽ പാകിസ്ഥാൻ മാമ്പഴത്തിന്റെ മധുരത്തിൽ മൂർച്ച കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അഫ്ഗാൻ ഭരണാധികാരിയുടെ മകളുമായി കുക്കുടത്വാധിഷ്ഠിതമായിട്ടുള്ള പ്രണയവൃത്തിയിൽ ഏർപ്പെട്ടവനെന്ന നിലയിൽ വിദേശ മാധ്യമങ്ങളുടെ ആരോപണത്തിന് വരെ ഇരപ്പെട്ട വ്യക്തി. ലഹരി മാഫിയ തലവന്റെ മകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തൈകൾ നട്ടുവളർത്തിയെന്ന് പഴികേട്ട ഒരു സന്താന കർഷകൻ. ചോരള സാമ്രാജ്യത്തിലെ ദിമാറ മരപ്പട്ട സുൽത്താന്റെ ശൈലി കടം കൊണ്ട് അപകടകരമായിട്ടുള്ള പ്രീണന സമ്പ്രദായത്തിൽ രാജ്യഭരണം നേടാൻ യത്നിക്കുന്ന ഒരു കുക്കുടകുമാരൻ. റൗൾ വിൻസി എന്ന പേരിൽ സ്വന്തം ശരീരത്തെ ബ്രിട്ടീഷ് പൗരത്വത്തിന് കീഴിൽ സമർപ്പിച്ച ഒരു ഇന്ത്യൻ ജനസേവന വ്യവസായി. ഇങ്ങനെയെല്ലാമുള്ള ആരോപണങ്ങൾക്ക് പലപ്പോഴായി ഇരപ്പെട്ടവരാണ് ശ്രീ രാഹുൽ, അല്ലേ? എന്നാൽ കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് തികഞ്ഞ ദേശീയവാദികളാണ്, തീർത്തും ദേശീയവാദികളാണ്. ഭാരതത്തെ അമ്മയായി കണ്ടു മനസ്സിലാക്കുന്ന കൂട്ടരാണ്. ഭാരതത്തെ അമ്മയായി കണ്ട് പൂജിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ അവരുടെ സമൂഹമാണ്. ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി വന്ന ആരോപണങ്ങൾ നോക്കിയാൽ ഈ രാജ്യത്തിന്റെ ഭാവിയെ അപായപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളും സംഘടനകളും ശക്തികളും രാജ്യങ്ങളുമായി അദ്ദേഹം നല്ലതല്ലാത്ത ബന്ധം സൂക്ഷിക്കുന്നതായി തീർച്ചയായിട്ടും കാണാം, അല്ലെങ്കിൽ അങ്ങനെ ഭയക്കാം. ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശക്തിയെ തകർക്കാൻ നോക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുക, നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ അദ്ദേഹം പലപ്പോഴും നാവാട്ടുന്നതായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരിക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ പിടികൂടിയതിൻ്റെ ലക്ഷണമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശരിയല്ലേ? ഇതിലെന്തിനെയെങ്കിലും ഗൗരവത്തോടെ സമീപിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോങ്ങനെ തീർച്ചയായിട്ടും നല്ല സംശയമുണ്ട്. റൗൾ വിൻസി എന്ന ബ്രിട്ടീഷ് പൗരന്റെ ശരീരമാണോ പ്രതിപക്ഷ നേതാവിന്റെ വേഷത്തിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്? ആണോ? ഇതിന്റെ എല്ലാം നിജസ്ഥിതി സംശയത്തിനിടയില്ലാത്ത വിധം പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഇന്ത്യൻ സർക്കാരിനുണ്ട്. മനുഷ്യ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളും ഉണ്ടെന്നാണ് ആരോഗ്യശാസ്ത്രം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത്. നല്ല കൊളസ്ട്രോളിന്റെ അളവ് ഉയർന്നും മോശം കൊളസ്ട്രോളിന്റെ അളവ് താഴ്ന്നും ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ കുറഞ്ഞും ഇരിക്കുന്നതാണ് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് സുരക്ഷിതമെന്ന മട്ടിൽ ആരോഗ്യശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഈ രാജ്യത്ത് ദേശസ്നേഹമുള്ള പൗരന്മാരും ദേശവിരുദ്ധരായിട്ടുള്ള പൗരന്മാരുമുണ്ട്. സ്വാഭാവികമാണ്, ബഹുജനം പലവിധം. എന്നാൽ ദേശസ്നേഹികളായിട്ടുള്ള പൗരന്മാർ കരുത്തരാവുകയും ദേശവിരുദ്ധർ ദുർബലരാവുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്ര ശരീരം ആരോഗ്യത്തോടു കൂടി കഴിയുന്നത്, അല്ലേ? പ്രതിപക്ഷത്തിരിക്കുക എന്നാൽ ദേശവിരുദ്ധരായി പ്രവർത്തിക്കുക എന്നല്ലല്ലോ അർത്ഥം. അങ്ങനെ ആവരുതല്ലോ അർത്ഥം. മോദിയോടുള്ള ശത്രുതയുടെ മറവിൽ തീർക്കേണ്ടത് രാജ്യത്തോടുള്ള വിരോധമാവാൻ പാടില്ലല്ലോ. അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട്
രാഹുലിന്റെ ലിംഗനേട്ടത്തെ ഗൗരവമായി കാണാതെ അദ്ദേഹത്തിനു മേൽ വന്നിട്ടുള്ള സകല ആരോപണങ്ങൾക്കുമേളിലും പഴുതടച്ച അന്വേഷണം വേണം. അത് വേണ്ടതാണ്. 6 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച ഒരു കുടുംബത്തിന്റെ കീശയിൽ കുറഞ്ഞത് 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഖജനാവിനേക്കാൾ ധനശേഖരം തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാജ്യത്ത് അല്പം ദുർബലമാണെങ്കിൽ കൂടി രാജീവിന്റെ വിദേശ നിർമ്മിത ഭാര്യയുടെ മടിയിൽ നല്ല കനമുണ്ടാവും. ലോകത്തെ ഏറ്റവും സമ്പന്നയായ വനിതകളിൽ ഒരാളാണ് ശ്രീമതി സോണിയ എന്നുള്ള മട്ടിൽ തീർച്ചയായിട്ടും വാർത്തകൾ വന്നിരുന്നത് പോങ്ങൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം എവിടെ നാട്ടിലിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ കൊടുത്ത സ്ത്രീധനമാണോ ആ തുകയൊക്കെ? ഒന്നുമല്ലല്ലോ, ഇവിടെ നിന്നുണ്ടാക്കിയതല്ലേ, ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയതല്ലേ. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തി ആവശ്യമുള്ള പക്ഷം ചികിത്സ നൽകിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാവും. ഈ ആരോപണങ്ങളെല്ലാം അവാസ്തവമാണെങ്കിൽ അത് രാഹുലിനും വളരെ നല്ലതാണല്ലോ, അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്നല്ല, ഒരു സാധാ ഭാരതീയ പൗരൻ പോലും ചെയ്യാത്ത തെറ്റിന് പഴികേട്ട് കഴിയേണ്ട കാര്യമില്ല. സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടാതെ പോവേണ്ട കാര്യവുമില്ല. 2 കുട്ടികളുടെ അപ്പനായി എന്നതിൽ രാഹുലിനെ പഴിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ള ഒരു ചിന്ത പോകാനില്ല. പോകാൻ അതിന്റെ മേൽ അദ്ദേഹത്തെ പഴിക്കാനോ പരിഹസിക്കാനോ ഇല്ല. എന്നാൽ ആ സംഗതി സത്യമാണെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ രാഷ്ട്രീയ തൊഴിലെടുത്തു പിഴയ്ക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും രാഹുലിന്റെ താതാവസ്ഥ മറച്ചുവെച്ചത് അദ്ദേഹം ബോധപൂർവമാണ് മറച്ചുവെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പോകാനൊട്ട് മടിക്കുന്നുമില്ല. എന്നാൽ പ്രധാന പ്രശ്നം വാസ്തവത്തിൽ ഇതൊന്നുമല്ല. ഇറ്റാലിയൻ വനിതയുടെ വയറ്റിലുണ്ടായിട്ടുള്ള റൗൾ വിൻസി എന്ന ബ്രിട്ടീഷ് പൗരൻ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി അഭിനയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിലുള്ളത് കേവലം അഭംഗി മാത്രമല്ല, ആ നീക്കം ജനാധിപത്യത്തോട് ചെയ്യുന്ന കടുത്ത അപരാധവുമാണ്, അല്ലേ? ഇനിയും ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം നമ്മുടെ പാർലമെന്റിൽ വേണ്ട, അങ്ങനെ ഒരു അഭിപ്രായം പോകാനുണ്ട്. അതെ, ഈ ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം പോകാനുള്ളിൽ, അത് കുറച്ച് നാളായിട്ടുള്ള സംശയമാണ്. അതുകൂടി പങ്കുവെച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമാധാനം കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് മുഷിപ്പിക്കുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വ്യഥ അത് നിങ്ങളോട് മുന്നിലേക്ക് പങ്കുവെച്ച് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഉള്ളിൽ ഉള്ള ആ ചെറിയ സംശയം, കുറച്ച് കാലങ്ങളായിട്ട് ഉള്ളിലുള്ള ആ സംശയം കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. അതായത്, ഈ സത്യത്തിൽ ഗാന്ധിജിയുടെ അഹിംസയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിരാഹാര സമരമാണോ, അതോ നമ്മുടെ ഈ ചാച്ചാജിയുടെ കുക്കുടത്വാധിഷ്ഠിതമായിട്ടുള്ള ഭോഗസേവന സമരമാണോ ബ്രിട്ടീഷുകാരെ പൊറുതിമുട്ടിച്ചതും രായ്ക്ക് രാമന സ്വാതന്ത്ര്യം നൽകിയിട്ട് അർദ്ധരാത്രി തന്നെ സ്ഥലം കാലിയാക്കാൻ അവരെ പ്രേരിപ്പിച്ചതും? ഏതാവും ബ്രിട്ടീഷുകാരെ കൂടുതൽ പൊറുതിമുട്ടിച്ചിട്ടുണ്ടാവുക? അതായത് രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ അഹിംസാസ്പദമായിട്ടുള്ള നിരാഹാര സമരമാണോ, അതോ നമ്മുടെ ചാച്ചാജിയുടെ കുക്കുടത്വാധിഷ്ഠിതമായിട്ടുള്ള ഭോഗസേവന സമരമാണോ? ഇതിലേതായിരിക്കും ബ്രിട്ടീഷുകാരെ കൂടുതൽ പൊറുതിമുട്ടിച്ചിട്ടുണ്ടാവുക? പോങ്ങൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ ആ വിഷയത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മുക്തി നേടിക്കൊണ്ട് നമ്മുടെ രാഹുലിന്റെ ലിംഗനേട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പോങ്ങൻ അപ്പോഴും അവിടെ കിടന്നുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് വാദോരത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മഹാസാഹിത്യം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ഇരിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല എന്ന് കരുതിക്കൊണ്ട് പോങ്ങൻ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു ഒന്നുമില്ല. ഞാനും കാലികനാണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ രാഹുലിയൻ ലിംഗനേട്ടത്തെ ഇവിടെ പരാമർശിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പോങ്ങനും കാലികനാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പോങ്ങൻ ഇനി കുറച്ച് നമ്മുടെ മുല്ലപ്പെരിയാറിലേക്ക് പോവുകയാണ്.